Hi students, welcome to the 10th class of linear algebra. First we are going to discuss a definition. Okay, let V be a finite dimensional vector space over a field F and let script B is equal to set alpha 1, alpha 2, etc. alpha n be an ordered basis. Let alpha belongs to V and alpha is equal to x1 alpha 1 plus x2 alpha 2 plus etc. plus xi alpha I plus etc. plus xn alpha n. Then xi is called the ith coordinate of alpha. Definition കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ V എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. സ്ക്രിപ്റ്റ് B അതിലെ എലമെന്റ് എങ്ങനെയാണ്? സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. Ordered basis ആണ്. Let alpha belongs to V. Alpha V ലുണ്ട് and alpha is equal to x1 alpha 1 plus x2 alpha 2 plus etc. plus xi alpha I plus etc. plus xn alpha n. Alpha എന്ന് പറയുന്നത് x1 alpha 1 plus etc. plus xn alpha n ആണ്. ഓക്കെ, ഇതില് xi എന്ന് പറയുന്നത് xi എന്ന് പറയുന്നതിന് ith coordinate of alpha എന്നാണ് പറയാം. xi നെ നമ്മൾ എന്തെന്ന് പറയും? ith coordinate of alpha എന്നാണ് പറയാം. In terms of all xi, we denote alpha as alpha script B is equal to matrix x1, x2, etc. xn. അപ്പൊ alpha script B is equal to നമുക്ക് ഇങ്ങനെ കോളം വൈസിൽ x1, x2, etc. xn എന്ന് എഴുതാം. ഈ കോളം മെട്രിക്സ് is called the column matrix x1, x2, etc. xn is called the coordinate matrix of alpha relative to the basis B. ഇതിനെയാണ് നമ്മൾ ഈ മെട്രിക്സ്, ഈ കോളം മെട്രിക്സ് x1, x2, etc. xn നെയാണ് നമ്മൾ എന്തെന്ന് പറയാം? കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ റിലേറ്റീവ് ടു ദ ബേസിസ് B എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ ഒരു തിയറം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം. Let V be a finite dimensional vector space over a field F and let B is equal to set alpha 1, alpha 2, etc. alpha n and B dash is equal to set alpha 1 dash, alpha 2 dash, etc. alpha n dash be two ordered bases of V. Then there is a unique, necessarily invertible n by n matrix P with entries in F such that first one, alpha script B is equal to P into alpha script B dash. Second one, alpha script B dash is equal to P inverse alpha script B. The column of P are given by Pj is equal to matrix alpha j dash B for j is equal to 1, 2, etc. n. തിയറം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പറയാം. ലെറ്റ് V എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. B എന്ന് പറയുന്നതും B ഡാഷ് എന്ന് പറയുന്നതും ടു ഓർഡേർഡ് ബേസിസ് ആണ്. വിന്റെ ടു ഓർഡേർഡ് ബേസിസ് ആണ് ബിയും ബി ഡാഷും. ബിയിലുള്ള എലമെന്റ് എന്ന് പറയുന്നത് സെറ്റ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എന്നും ബി ഡാഷിലുള്ള എലമെന്റ് എന്ന് പറയുന്നത് സെറ്റ് ആൽഫ 1 ഡാഷ്, ആൽഫ 2 ഡാഷ്, എക്സെട്ര ആൽഫ എൻ ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ then there is a unique necessarily invertible n by n matrix P with entries in F such that, അതായത് അങ്ങനെയാണെങ്കിൽ there exists a unique necessarily invertible n by n matrix P with entries in F such that ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എ യുണീക് നെസസറിലി ഇൻവെർട്ടിബിൾ n by n മെട്രിക്സ് P എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഈ തിയറം പറയുന്നത്. അപ്പൊ എന്താ പറയണത്? ബി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ബി ഡാഷ് എന്ന് പറയുന്നത് ടു ഓർഡേർഡ് ബേസിസ് ആണ്. ബിയിലുള്ള എലമെന്റ് ഈ ഫോമിലാണ്. ബി എന്ന് പറയുന്നത് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എൻ ആണ് സെറ്റ്. ബി ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് ആൽഫ 1 ഡാഷ്, ആൽഫ 2 ഡാഷ്, എക്സെട്ര ആൽഫ എൻ ഡാഷ് ആണ്. Then there is a unique necessarily invertible n by n matrix P എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു യുണീക് നെസസറിലി ഇൻവെർട്ടിബിൾ n by n മെട്രിക്സ് P എക്സിസ്റ്റ് ചെയ്യും എന്നാണ് തിയറം പറയുന്നത്. The columns of P are given by Pj is equal to alpha j dash script B for j is equal to 1, 2, etc. n. ഇനി നമ്മൾ പ്രൂഫിലേക്ക് പോവാണ്. അപ്പൊ ഫസ്റ്റ്
ബി എന്ന് പറയുന്നത് നമുക്കറിയാം ബിയും ബി ഡാഷും എന്താണ് ഓർഡേർഡ് ബേസിസ് ആണ്. അപ്പൊ അതിലെ എലമെന്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം എഴുതാണ്. ലെറ്റ് ബി is equal to set alpha 1, alpha 2, etc. alpha n. B dash is equal to set alpha 1 dash, alpha 2 dash, alpha 3 dash, etc. alpha n dash ആണ്. ഇനി ആൽഫ ബിലോങ്സ് ടു വി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആൽഫേനെ എങ്ങനെ എഴുതാം? ആദ്യത്തെ ഓർഡേർഡ് ബേസിസ് ഉപയോഗിച്ചിട്ട് x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആൽഫ എന്ന് എഴുതാം. അതിന് സമ്മേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n xi ആൽഫ എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ 1 കൊടുക്കാം. നെക്സ്റ്റ് ആൽഫേനെ നമുക്ക് രണ്ടാമത്തെ ഓർഡേർഡ് ബേസിസിന് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x1 ഡാഷ് ആൽഫ 1 ഡാഷ് പ്ലസ് x2 ഡാഷ് ആൽഫ 2 ഡാഷ് പ്ലസ് എക്സെട്ര പ്ലസ് xn ഡാഷ് ആൽഫ n ഡാഷ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു അതിന്റെ സമ്മേഷന്റെ ഫോർമുല സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n xj ഡാഷ് ആൽഫ ജെ ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് 1ഉം 2ഉം നമ്മൾ എഴുതിയിട്ടുണ്ട്. ആൽഫ എന്നെ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് കോർഡിനേറ്റ് ഓഫ് ആൽഫയാണ്, അതറിയാലോ. അതുപോലെ തന്നെ ഇവിടെ x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര xn ഡാഷ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് കോർഡിനേറ്റ് റെപ്രസെന്റേഷൻ എഴുതാം. therefore the coordinate representation of alpha എന്ന് പറയുന്നത് ആൽഫ സ്ക്രിപ്റ്റ് ബി യൂസ് ചെയ്തിട്ടുള്ളത് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് മെട്രിക്സ് കോളം വൈസിലാണല്ലോ എഴുതാം. മെട്രിക്സ് x1, x2, എക്സെട്ര xn എന്ന് എഴുതാം. അതുപോലെ തന്നെ ബി ഡാഷ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് എഴുതുമ്പോൾ ആൽഫ സ്ക്രിപ്റ്റ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? കോളം ആയിട്ട് എഴുതാം. x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര xn ഡാഷ് മെട്രിക്സ് x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര xn ഡാഷ് എന്ന് എഴുതാം. സപ്പോസ് ചെയ്യാണ് ആൽഫ ജെ ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു P1 j alpha 1 plus P2 j alpha 2 plus etc plus Pn j alpha n. അതിന്റെ സമ്മേഷൻ ഫോമിംഗ് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n Pij ആൽഫ ഐ എന്ന് എഴുതാം. ഓക്കെ, സപ്പോസ് ചെയ്തു ആൽഫ ജെ ഡാഷ് ഇസ് ഈക്വൽ ടു P1 j ആൽഫ 1 പ്ലസ് P2 j ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് Pn j ആൽഫ n. സമ്മേഷൻ ആയിട്ട് എഴുതുമ്പോൾ സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n Pij ആൽഫ ഐ എന്ന് എഴുതാം. പുട്ടിംഗ് ദ വാല്യൂ ഓഫ് ആൽഫ ജെ ഡാഷ് ഇൻ ഇക്വേഷൻ 2. ഇനി നമ്മൾ ആൽഫ ജെ ഡാഷ് ഇക്വേഷൻ 2 കൊടുക്കുകയാണ്. ആൽഫ ജെ ഡാഷ് എന്താണ്? സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n Pij ആൽഫ ഐ ആണ് അല്ലെ. ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 2 കൊടുക്കണം. ഇക്വേഷൻ 2 ഇതാണ് അല്ലെ. നമ്മൾ ഇക്വേഷൻ 2 എഴുതിയിട്ടുണ്ട്. ആൽഫ ഈക്വൽ ടു സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n എക്സ് ജെ ഡാഷ് ആൽഫ ജെ ഡാഷ് ആണ്. ഈ ആൽഫ ജെ ഡാഷിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ വില കൊടുക്കുകയാണ്. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സിഗ്മ ആൽഫ ഈക്വൽ ടു സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n എക്സ് ജെ ഡാഷ് ആൽഫ ജെ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n എക്സ് ജെ ഡാഷ്. ഈ ആൽഫ ജെ ഡാഷിന്റെ സ്ഥാനത്ത് ഈ വില കൊടുക്കുകയാണ്. സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n Pij ആൽഫ ഐ കൊടുത്തു. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n Pij എക്സ് ജെ ഡാഷ് ആൽഫ ഐ. ഇവിടെ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടിയ ആൽഫാന് ഈ ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. അതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ആൽഫ ഈക്വൽ ടു എന്ത് കിട്ടി? സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n Pij എക്സ് ജെ ഡാഷ് ആൽഫ ഐ എന്ന് കിട്ടി. പുട്ടിംഗ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. Since set alpha 1, alpha 2, etc. alpha n is an ordered basis. Set alpha 1, alpha 2, etc. alpha n എന്ന് പറയുന്നത് is an ordered basis ആണ്. Okay. The representation of alpha are unique and so from 1 and 3. Equation 1 ഇതാണല്ലോ. സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n xi alpha i. Alpha is equal to സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n xi ആൽഫ ഐ ആണ്. അതുപോലെ തന്നെ ആൽഫ ഈക്വൽ ടു ഇക്വേഷൻ 3 എന്ന് പറഞ്ഞാൽ സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to n ജെ റണ്ണിംഗ് ഫ്രം 1 to n Pij എക്സ് ജെ ഡാഷ് ആണ്. ആൽഫ ഐ ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഈ ടേമിനെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? xi എന്ന് കൊടുത്തൂടെ? xi ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n Pij എക്സ് ജെ ഡാഷ് എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. xi is equal to sigma j running from 1 to n Pij xj dash എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് xiല് iന്റെ പ്ലേസിൽ 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം xന് 1 കൊടുക്കുകയാണ്, iന്റെ സ്ഥാനത്ത് 1 കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ഇവിടെ വരും? x1 വരും. അതുപോലെ തന്നെ ഇവിടെ Pi എന്നാണല്ലോ, അപ്പൊ P1 വരും. jക്ക് 1 കൊടുത്താൽ P11 വരും. x1 ഡാഷ് വരും. പ്ലസ്
അടുത്തത് എന്ത് വരും? പി. ഐ എപ്പോഴും ഇവിടെ ഫിക്സ്ഡ് ആണ്, 1 തന്നെ ആയിരിക്കും, എല്ലായിടത്തും ഐ 1 ആയിരിക്കും. ജെ എന്ത് ചെയ്യുന്നുണ്ട്? വാരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് P11 x1 ഡാഷ് പ്ലസ് P12 x2 ഡാഷ് എന്ന് വരും. പിന്നെ പ്ലസ് P13 x3 ഡാഷ് പ്ലസ് എക്സെട്ര പ്ലസ് P1n xn ഡാഷ് എന്ന് വരും. അടുത്തത് നമ്മൾ 2 കൊടുക്കുകയാണ് ഐന്റെ സ്ഥാനത്ത്. അപ്പൊ എന്ത് വരും? x2 is equal to, ഇവിടെ ഐ എപ്പോഴും 2 തന്നെയായിട്ട് ഫിക്സ് ചെയ്ത, ബാക്കി വാരി ചെയ്യുക. അപ്പോ P21 x1 ഡാഷ് പ്ലസ് P22 x2 ഡാഷ് പ്ലസ് P23 x3 ഡാഷ് പ്ലസ് എക്സെട്ര പ്ലസ് P2n xn ഡാഷ് എന്ന് വരും. എക്സെട്ര xnന്റെ ടേം നമ്മൾ എഴുതാണ്. xnന്റെ ടേമിനെ എങ്ങനെ എഴുതും? അതായത് അതിന്റെ സ്ഥാനത്ത് n കൊടുത്തിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ വരിക Pn1 x1 ഡാഷ് പ്ലസ് Pn2 x2 ഡാഷ് പ്ലസ് Pn3 x3 ഡാഷ് പ്ലസ് എക്സെട്ര പ്ലസ് Pnn xn ഡാഷ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ xi is equal to sigma j running from 1 to n Pij xj ഡാഷില് ജെന്റെ വാല്യൂ ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഐ നമ്മളിവിടെ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. അതായത് ഇവിടെ 1 കൊടുക്കുമ്പോൾ അവിടെ എല്ലാ ഭാഗത്തും ഐന്റെ പ്ലേസിൽ 1 ആയിരിക്കും. ജെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, 1 2 3 എന്നുള്ള ഫോമിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. x2 എഴുതാം, അതേപോലെ തന്നെ എഴുതാം. xn നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ റെപ്രസെന്റേഷൻ നമുക്ക് ax is equal to b എന്നുള്ള മെട്രിക് റെപ്രസെന്റേഷനിലേക്ക് മാറ്റാണ്. ഓക്കെ, മെട്രിക്സ് റെപ്രസെന്റേഷനിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ബിന്റെ പ്ലേസിൽ ഈ കോളം മെട്രിക്സ് വരും. x1 x2 എക്സെട്ര എന്ന് വരും, xn എന്ന് വരും. എന്റെ സ്ഥാനത്ത് എന്ത് വരും? ഒരു n/n പിയിലുള്ള മെട്രിക്സ് കിട്ടും. അതായത് P11 P12 P13 എക്സെട്ര Pn1 P21 P22 P23 എക്സെട്ര P2n എക്സെട്ര Pn1 n2 Pn3 എക്സെട്ര Pnn എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ അടുത്ത മെട്രിക്സ് നമുക്ക് എന്ത് വരും? എക്സിന്റെ സ്ഥാനത്ത് വരുന്നത് x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര xn ഡാഷ് എന്ന് വരും. അതായത് നമുക്ക് ഈ റെപ്രസെന്റേഷനെ ഈ ഫോമിലേക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിന്റെ സ്ഥാനത്ത് നമുക്ക് വരുന്നത് മെട്രിക്സ് x1 x2 എക്സെട്ര xനും ഈക്വൽ ടു എന്റെ പൊസിഷനിൽ നമുക്ക് വരുന്നത് ഏതാ? അതായത് ax ഈക്വൽ ടു ബി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ax ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലേക്കുള്ള റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ എന്റെ സ്ഥാനത്ത് നമുക്ക് വരിക P11 P12 എക്സെട്ര Pn1 P21 P22 എക്സെട്ര P2n എക്സെട്ര Pn1 Pn2 എക്സെട്ര Pnn എന്ന് വരും. എക്സിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് വരും? x1 ഡാഷ് x2 ഡാഷ് x3 ഡാഷ് എക്സെട്ര xn ഡാഷ് എന്ന് വരും. ഓക്കെ, കോളം മെട്രിക്സ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? ആൽഫ സ്ക്രിപ്റ്റ് ബി എന്നിനെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. ഇതെന്ന് പറയുന്നത് മൊത്തം n/n മെട്രിക്സ് ആണ് പിയിലുള്ള. അപ്പൊ നമുക്ക് അതിനെ പി എന്നായിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പി എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കോളം മെട്രിക്സ് x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര xn ഡാഷിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? ആൽഫ സ്ക്രിപ്റ്റ് ബി ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൽഫ സ്ക്രിപ്റ്റ് ബി is equal to p into ആൽഫ സ്ക്രിപ്റ്റ് ബി ഡാഷ് എന്ന് കിട്ടി. ഓക്കെ, നോട്ട് ദാറ്റ് ദ jth കോളം ഓഫ് പി, പിന്റെ jth കോളം എന്ന് പറയുന്നത്, പി എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണല്ലോ, ഇതിന്റെ jth കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും? p is equal to മെട്രിക്സ് കോളം ആയിട്ടാണ് നമ്മൾ എഴുതുക. P1j P2j എക്സെട്ര Pnj ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ആൽഫ ജെ ഡാഷ് സ്ക്രിപ്റ്റ് ബി എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട നെക്സ്റ്റ് ക്ലെയിം എന്ന് പറയുന്നത് പി ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. പി ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ പി എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ പി എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിയാൽ പി ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം റിലേഷൻ. നമുക്ക് റിലേഷൻ ഉണ്ടല്ലോ, ആൽഫ സ്ക്രിപ്റ്റ് ബി is equal to p into ആൽഫ സ്ക്രിപ്റ്റ് ബി ഡാഷ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം? എക്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഇത്, ഈ പോർഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് എക്സ്പ്രസ് ചെയ്യാം. എന്ത്? എക്സ് ഇസ് ഈക്വൽ ടു പി എക്സ് ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുകയാണ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പി എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു പി എക്സ് ഡാഷ് എന്ന് എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പി എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ദാറ്റ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ x1 is equal to 0, x2 is equal to 0, എക്സെട്ര xn is equal to 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ദാറ്റ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് നമുക്ക് എഴുതാൻ പറ്റും സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n Pij xj ഡാഷ് is equal to 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതെന്തുകൊണ്ടാണ് പറയണത്? xi is equal to നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. xi is equal to സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n Pij xj ഡാഷ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ xi സീറോസ് ആണ് അല്ലെ, 0 ആണ് കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് അതെന്ന് പറയാം സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n Pij xj ഡാഷ് is equal to എന്ത് എഴുതാം? 0 എന്ന് എഴുതാം ഫോർ എവറി i. ഓക്കെ, ഇനി ഇക്വേഷൻ 3 ഒന്ന് നോക്കുക. ഇക്വേഷൻ 3 ഇതാണ്.
ഓക്കെ, ഇക്വേഷൻ 3 ഇപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n പി ഐ ജെ എക്സ് ജെ ഡാഷ് 0 ആണ് അല്ലെ. അപ്പൊ ഈ ടേം 0 ആവുക പറഞ്ഞാൽ ഇത് കംപ്ലീറ്റും 0 ആവുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ? ദാറ്റ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രം ഇക്വേഷൻ 2 എടുക്കുക. ഇതാണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 2 നമുക്ക് പറയാം ആൽഫ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? സിഗ്മ ജെ റണ്ണിംഗ് ഫ്രം 1 to n എക്സ് ജെ ഡാഷ് ആൽഫ ജെ ഡാഷ് എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാൻ പറ്റും. ജി ഡാഷ് എന്ന് പറയുന്ന ബേസിസ് ആണ്. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവും എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് എന്താ പഠിച്ചിട്ടുള്ളത്? അതിന്റെ കോഎഫിഷ്യന്റ് 0 ആയിരിക്കും എന്നല്ലേ. അപ്പൊ എക്സ് ജെ ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്നതൊന്ന് പറഞ്ഞൂടെ? കാരണം അത് ബേസിസ് ആണ് അല്ലെ. ബി ഡാഷ് എന്ന് പറയുന്ന ബേസിസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്ന് എക്സ് ജെ ഡാഷ് ഇസ് ഈക്വൽ ടു 0 ഫോർ എവറി ജെ എന്ന് പറയാം. ദാറ്റ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0. എന്തുകൊണ്ട് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്? എക്സ് ഡാഷ് എന്താണ്? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം മെട്രിക്സ് കോളം ആയിട്ട് x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര xn ഡാഷ് ആണ്. അപ്പൊ ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഞാൻ ഒരു റൂള് പറഞ്ഞു, പി എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് എന്തായിരിക്കണം? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അപ്പൊ നമുക്കത് കിട്ടിയിട്ടുണ്ട്. പി എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0. ദർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഈസ് ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റും. ദർഫോർ പി ഈസ് ഇൻവെർട്ടിബിൾ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദർഫോർ ആൽഫ സ്ക്രിപ്റ്റ് ബി is equal to പി ഇൻറ്റു ആൽഫ സ്ക്രിപ്റ്റ് ബി ഡാഷ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതിനെ നമുക്ക് ബോത്ത് സൈഡ് പി ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പി ഇൻവേഴ്സ് ആൽഫ സ്ക്രിപ്റ്റ് ബി എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ഇൻറ്റു പി വരും ആൽഫ സ്ക്രിപ്റ്റ് ബി ഡാഷ് എന്ന് കിട്ടും. പി ഇൻവേഴ്സ് പി എന്ന് പറയുന്നത് ഐ ആയിട്ട് പോകും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ ആൽഫ സ്ക്രിപ്റ്റ് ബി ഡാഷ് എന്ന് വരും. അപ്പൊ നമുക്കിപ്പോ എന്താ കിട്ടിയത്? ആൽഫ സ്ക്രിപ്റ്റ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ആൽഫ സ്ക്രിപ്റ്റ് ബി എന്ന് കിട്ടി. ഇപ്പൊ രണ്ടാമത്തെ കണ്ടീഷനും ഓക്കെ ആയി. ഇപ്പൊ എല്ലാവരും ക്ലിയർ ആയാലോ തിയറത്തിന്റെ പ്രൂഫ്? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ പ്രോബ്ലം. ഓക്കെ, ക്വസ്റ്റ്യൻ. ലെറ്റ് ബി is equal to set alpha 1, alpha 2, alpha 3 be the ordered basis for R cube consisting of alpha 1 is equal to 1 0 minus 1, alpha 2 is equal to 1 1 1 and alpha 3 is equal to 1 0 0. What are the coordinates of the vector alpha is equal to a b c in the ordered basis b? ഇവിടെ നമുക്ക് കാണേണ്ടത് കോർഡിനേറ്റ്സ് ഓഫ് ദ വെക്ടർ ആൽഫ is equal to a b c ആണ്. ഓക്കെ, ഇൻ ദ ഓർഡേർഡ് ബേസിസ് b ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് കാണേണ്ടത് ഇതാണ്, ആൽഫ ഓക്കെ സ്ക്രിപ്റ്റ് ബി എന്താണെന്നാണ് കാണേണ്ടത്. ആൽഫ സ്ക്രിപ്റ്റ് ബി അതായത് കോർഡിനേറ്റ്സ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ലെറ്റ് ആൽഫ is equal to a b c എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്, തന്നിട്ടുണ്ട്. ഓക്കെ, ഈ എ ബി സിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 പ്ലസ് x3 ആൽഫ 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ആൽഫ 1 എന്താണെന്നറിയാം, ആൽഫ 2 എന്താണെന്നറിയാം, ആൽഫ 3 എന്താണെന്നറിയാം. അപ്പൊ ആ വിലകൾ അവിടെ കൊടുക്കുക. അപ്പൊ x1 ഇൻറ്റു ആൽഫ 1 എന്തായിരുന്നു? 1 0 മൈനസ് 1 1 0 മൈനസ് 1 എഴുതി. അതുപോലെ ആൽഫ 2 എന്ത് എഴുതാം? 1 1 1 എഴുതി. ഓക്കെ, x2 ഇൻറ്റു 1 1 1 എഴുതി പ്ലസ് x3 ഇവിടെ ആൽഫ 3ന്റെ പൊസിഷനിൽ ആ വില കൊടുക്കുക 1 0 0. ഇനി ഇതെന്ന് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? a is equal to ഇവിടെ a is equal to x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് വരും. a is equal to x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് എഴുതാം. നെക്സ്റ്റ് b is equal to അടുത്ത ടേം b ആണ്. ഇവിടെ b ന്റെ പൊസിഷനിൽ ആദ്യം x1 ഇൻറ്റു 0 0 വരും, പിന്നെ x2 ഇൻറ്റു 1 ആ വരിക, പിന്നെ x3 ഇൻറ്റു 0 ആണ് വരിക. അപ്പൊ നമുക്ക് ആകെ കിട്ടുക x2 എന്നാണ്. ഓക്കെ, അപ്പൊ b is equal to x2 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. തേർഡ് ഇക്വേഷൻ എങ്ങനെ വരും? ഇവിടെ c ആണ്. c is equal to നമുക്ക് എഴുതാൻ പറ്റും x1 ഇൻറ്റു മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് x1 എന്ന് വരും, പിന്നെ പ്ലസ് x2 ഇൻറ്റു 1 എന്ന് വരും. അപ്പൊ പ്ലസ് x2 എന്ന് എഴുതാം. x3 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 വരും. അപ്പൊ നമുക്ക് കിട്ടുക c is equal to മൈനസ് x1 പ്ലസ് x2 എന്നാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോർഡിനേറ്റ്സ് ആണ്. അതായത് കണ്ടുപിടിക്കേണ്ടത് x1ന്റെ വില അല്ലെ, പിന്നെ x2ന്റെ വില, പിന്നെ x3യുടെ വില, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ വിലകൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. ഈ 3 ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണം. ഇവിടെ കിട്ടിയ ഇക്വേഷൻസ് നമുക്ക് ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം.
അപ്പൊ ഇവിടുന്ന് x2 is equal to b എന്നുള്ളത് വില കിട്ടി, x2ന്റെ വില കിട്ടി. ഓക്കെ, ഇനി x2 is equal to b എന്ന് പറയുന്നത് ഇക്വേഷൻ 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? c is equal to അല്ലെ x1 മൈനസ് x1 എന്ന് എഴുതാം, പ്ലസ് x2ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? b എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടുന്ന് x1ന്റെ വില കണ്ടുപിടിക്കുക. x1ന്റെ വില എന്താ കിട്ടുക നമുക്ക്? മൈനസ് x1 is equal to നമുക്ക് കിട്ടുക c മൈനസ് b എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് x1 is equal to നമുക്ക് എന്ത് കിട്ടും? b മൈനസ് c എന്ന് കിട്ടും. അപ്പൊ x1ന്റെ വിലയും കിട്ടി. ഓക്കെ, x2ന്റെ വില നമുക്ക് ഓൾറെഡി അറിയാം. ഇക്വേഷൻ 1ല് x1 x2ന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x3 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 1 ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ 1 ഇംപ്ലൈസ് a is equal to x1ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? b മൈനസ് c എന്ന് കൊടുക്കാം അവിടെ. ഓക്കെ, അപ്പൊ b മൈനസ് c എന്ന് എഴുതി. ദെൻ പ്ലസ് x2 എന്താണ്? b ആണ്. പ്ലസ് x2 എന്ന് പറയുന്നത് നമുക്ക് b എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് പിന്നെ ബാലൻസ് ഉള്ളത് x3 അങ്ങനെ എഴുതി. ഓക്കെ, നമുക്ക് a is equal to ഇവിടുന്ന് എന്ത് എഴുതാം? b പ്ലസ് b 2b എന്ന് എഴുതാം. 2b മൈനസ് c പ്ലസ് x3 എന്ന് എഴുതാം. ഓക്കെ, ഇനി x3 കാണുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുക x3 is equal to a മൈനസ് 2b പ്ലസ് c എന്ന് കിട്ടും. അപ്പൊ x3യുടെ വാല്യൂം കിട്ടി. x1 എന്താണ്? b മൈനസ് c ആണ്. x2 എന്ന് പറയുന്നത് b ആണ്. x3 എന്ന് പറയുന്നത് a മൈനസ് 2b പ്ലസ് c ആണ്. അതായത് കോർഡിനേറ്റ്സ് ആയിട്ടുള്ള x1 x2 x3യുടെ വിലകൾ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്താ കണ്ടുപിടിക്കുന്ന? കോർഡിനേറ്റ്സ് ആണല്ലോ. അപ്പൊ അതായത് therefore നമുക്ക് എഴുതാം ആൽഫ സ്ക്രിപ്റ്റ് b is equal to കോളം വൈസിൽ എഴുതാം x1 x2 x3 എന്നുള്ളത്. അപ്പൊ x1ന്റെ വില b മൈനസ് c, x2ന്റെ വില b എന്ന് കൊടുക്കുക, x3യുടെ വില എന്ത് കൊടുക്കാം? a മൈനസ് 2b പ്ലസ് c എന്ന് കൊടുക്കാം. ഇതാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ?